എന്തായാലും നമുക്ക് ഇനി പോകേണ്ടത് ഇരവിപുരത്തേക്കാണല്ലേ. കൊല്ലം ഇരവിപുരത്ത് ഇന്നലെ നടന്ന തമ്മിൽ തല്ലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ RSPയെ വെല്ലുവിളിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങി DCC. ഇരവിപുരത്തെ 3 കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇരവിപുരത്തെ RSP സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയതിലും പരസ്യ പ്രസ്താവനയിലുമാണ് DCC പ്രസിഡന്റിന്റെ നടപടി. RSPക്ക് അലോട്ട് ചെയ്യുന്ന സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള പ്രിവിലേജ് RSPയുടേതാണ് എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. KPCCയുടെ നിലപാടാണ്, DCCയുടെ നിലപാടാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുമാണ്. ഞങ്ങളുടെ പ്രാദേശിക നേതാക്കൾ ഇതിന് വിപരീതമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായി നടത്തിയിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായി നടത്തിയത് ശരിയല്ല. DC പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാനത് യുക്തമായ നടപടി KPCCയുടെ നിർദ്ദേശാനുസരണം ചെയ്യുന്നു. അത് ശരിയല്ല എന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഇന്നലത്തേത് കൊണ്ടുകൂടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ ആവർത്തനം ഉണ്ടാകില്ല എന്ന് ആണ് എൻ്റെ ധാരണ. വിവരങ്ങളുമായി മനോജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. മനോജ്, നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങളടക്കം കണ്ടിരുന്നു. വലിയ രീതിയിലുള്ള ഒരു തമ്മിൽ തല്ലാണ് ഇരവിപുരത്തുണ്ടായത്. ഷിബു ബേബി ജോൺ പക്ഷമായിക്കോട്ടെ, NK പ്രേമചന്ദ്രൻ ആയിക്കോട്ടെ, അവരുടെ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിപ്പോര് അത് മറനീക്കി പുറത്തു വരുന്ന കാഴ്ചകൾ. എന്തായാലും ഇപ്പോൾ അത് കോൺഗ്രസിന് വല്ലാത്ത നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നടപടിയെടുത്ത് ഈ നാണക്കേട് മറയ്ക്കാം എന്നുള്ളതാണോ? രാഖി, അതിൽ മറ്റൊരു കാര്യമുണ്ട്. അതായത് RSPക്കുള്ളിൽ തമ്മിൽ തല്ലങ്ങനെ തുടരുകയാണ്. അതിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ കഴിഞ്ഞ ദിവസവും യോഗത്തിൽ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിനെതിരെയാണ് ഈ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുന്നത്. അതായത് 2 ബ്ലോക്ക് പ്രസിഡന്റും ഒരു പഞ്ചായത്ത് പ്രസിഡന്റും, അതായത് ഇരവിപുരം ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള നാസർ, വടക്കവിള ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള പാലത്തർ രാജീവ്, അതോടൊപ്പം തന്നെ മയ്യനാട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് റാഫി എന്നിവർക്കെതിരെയാണ് ഈ ഇപ്പോൾ DCC നടപടിക്ക് ഒരുങ്ങുന്നത്. അതായത് ഇവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. RSPക്കുള്ളിലെ കാര്യം RSPക്കുള്ളിൽ തന്നെ തീരുമാനമാകും എന്നതാണ് DCCയുടെ നിലപാട്. RSP ഏത് സ്ഥാനാർത്ഥിയാണോ മുന്നോട്ട് വയ്ക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും UDF പരിഗണിക്കുക എന്നുള്ളത് DCC നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, നേരത്തെ തന്നെ NK പ്രേമചന്ദ്രൻ്റെ മകനെ മത്സരിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം, കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നീട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളടക്കം പരന്നു. എന്നാൽ RSP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു തീരുമാനമെടുത്തത് അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ, യുവജന സംഘടനയുടെ RYFൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് വിഷ്ണു മോഹനെയാണ് ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ രംഗത്ത് വന്നത്. പരസ്യ പ്രസ്താവന നടത്തുകയും ഈ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഇരവിപുരത്ത് വിജയിക്കില്ലെന്നും ഒക്കെ കാട്ടി പരസ്യ പ്രസ്താവനകൾ നടത്തി. അതിനുശേഷം പുതുയുഗ യാത്രയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം കൊല്ലം ജില്ലയിൽ എത്തിയപ്പോൾ അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. അതായത് ഇത്തരത്തിൽ ഇരവിപുരം സീറ്റിൽ RSPയുടെ സ്ഥാനാർത്ഥി ഇദ്ദേഹമാണെങ്കിൽ മത്സരത്തിൽ സഹകരിക്കില്ല എന്നും അതോടൊപ്പം തന്നെ വിജയസാധ്യത ഇല്ല എന്നുമൊക്കെയാണ് ഈ അപേക്ഷ നൽകിയത്. ഇത് പ്രതിപക്ഷ നേതാവടക്കം കൃത്യമായും ജില്ലാ കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായും ജില്ലാ പ്രസിഡന്റ് ഇതിൽ വിശദീകരണം തേടിയിരിക്കുന്നതാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ കാരണം, അല്ലെങ്കിൽ RSPയുടെ സംഘടനാ ചട്ടക്കൂടിലുള്ള കാര്യങ്ങൾ അതിൽ അഭിപ്രായം പറയാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് നിലവിൽ ഒരു സാഹചര്യത്തിൽ ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. കാരണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നത് RSPയുടെ ഉത്തരവാദിത്തമാണ്. അതിനുശേഷം മാത്രമേ പിന്നീട് അത് UDFൻ്റെ ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരികയുള്ളൂ. എന്തായാലും നിലവിലിപ്പോൾ കോൺഗ്രസിൽ തന്നെ 2 ചേരിയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രാദേശികപരമായിട്ടും ഈ ഇരവിപുരം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം അത് ദിവസങ്ങളായി അങ്ങനെ തുടർന്ന് വരികയാണ്. RSPക്കുള്ളിലുള്ള തമ്മിലടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. മണ്ഡലം കമ്മിറ്റി മുതൽ അങ്ങ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ഈ തർക്കങ്ങൾ അങ്ങനെ തുടരുന്നു. ആകെ 3 സീറ്റാണ് കൊല്ലത്ത് മത്സരിക്കാനുള്ളത്. അതിലൊരു സീറ്റ് ചവറ സീറ്റാണ്. ഷിബു ബേബി ജോൺ അത് നേരത്തെ തന്നെ കൈയടക്കി വച്ചിട്ടുണ്ട്, തനിക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഇരവിപുരം സീറ്റാണ് NK പ്രേമചന്ദ്രൻ ഒരു തന്ത്രം പയറ്റി നോക്കിയത് തൻ്റെ മകനെ ഇറക്കാൻ വേണ്ടി. പക്ഷേ അത് ആ തന്ത്രം അങ്ങോട്ട് ഏറ്റില്ല എന്നുള്ളതാണ്. പിന്നീട് അത് ഷിബു ബേബി ജോൺ അടക്കം എതിർക്കുന്നു. പിന്നീട് ഒരു സമവായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. ഈ സമവായ സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം അടുത്ത നീക്കം. സമവായ സ്ഥാനാർത്ഥിയെ
കൊണ്ടുവരുന്നു. പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീരുമെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനാർത്ഥിയെ ചൊല്ലിയും തർക്കമാണ്. അതിന് യാതൊരു അയവും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നേതാക്കൾ പറയുന്നുണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതായത് അതൃപ്തിയാണ് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാവുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ RSPക്കുള്ളിൽ നിന്നായാലും കോൺഗ്രസിനുള്ളിൽ നിന്നായാലും ഇത്തരത്തിലുള്ള കാലുവാരലുകൾ ഉണ്ടാകുമോ എന്നുള്ളത് കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലാണ് പരസ്യ പ്രസ്താവനകൾ പോലും വരുന്നത്. RSPയിൽ നിന്ന് നേതാക്കൾ രാജിവെക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളോട് വിശദീകരണം തേടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ജില്ലാ കമ്മിറ്റി തന്നെ എത്തിയിരിക്കുന്നു. അത്തരത്തിൽ അവർ ചെറിയ ഭാരവാഹികളൊന്നുമല്ല, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ഈ ഒരു വിശദീകരണം ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെ നിൽക്കുന്നത്. എന്തായാലും ഇരവിപുരം സീറ്റിനെ ചൊല്ലിയാണ് ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നത്. മറ്റ് സീറ്റുകളിലും അതൃപ്തിയുണ്ട്. എന്തായാലും ഇതിലിപ്പോൾ പ്രകടമായിരിക്കുന്നത് ഇരവിപുരം സീറ്റിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഇനി നേതാക്കൾ തമ്മിലുള്ള പോര് അങ്ങനെ തുടരുമ്പോൾ താഴെ പ്രാദേശിക നേതൃത്വം തമ്മിലും ഇത്തരത്തിലുള്ള പോരുകൾ തുടരുമോ എന്നുള്ളത് കൂടെ നോക്കിക്കാണണം. ഇനി തെരഞ്ഞെടുപ്പിനെ അത് RSPയുടെ പഴയ പ്രതാപകാലമൊക്കെ ഉണ്ടായിരുന്നു കൊല്ലത്ത്. പക്ഷേ ആ പ്രതാപകാലത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇന്ന് നേതാക്കൾക്കില്ല എന്നുള്ളതാണ് സത്യം. ശരി മനോജ്, എന്തായാലും RSPയുടെ പഴയ പ്രതാപകാലം മറന്നു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് അവരുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും തീർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. കഴിഞ്ഞ നിയമസഭയിൽ, നിലവിലുള്ള നിയമസഭയിൽ ഒരു MLA പോലും RSPക്ക് ഇല്ല. അവർക്ക് നിലവിൽ ഒരു MP മാത്രം, കൊല്ലം MP മാത്രമാണ് RSPക്ക് ഉള്ളത്. അപ്പോൾ നിയമസഭയിൽ വീണ്ടും പ്രാതിനിധ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആ ചെറിയ പാർട്ടിയിൽ ഇങ്ങനെ സീറ്റിനെ ചൊല്ലി തർക്കം നടക്കുന്നത്. RSPയിൽ തന്നെ തർക്കം നടക്കുന്നു. അതുകൂടാതെ UDFനകത്ത് പ്രത്യേകിച്ചും കോൺഗ്രസ് തന്നെ RSPയെ എതിർത്ത് സ്ഥാനാർത്ഥിക്കെതിരെ പല DCC നേതാക്കളും പ്രതികരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇതിൽ ആരെ കാല് വാരുമെന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്.